തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. ഗവൺമെന്റ് നൽകുന്ന ഫണ്ടും പ്രാദേശിക ഗവൺമെന്റ് സ്വരൂപിക്കുന്ന നികുതിയിലൂടെയുള്ള തനത് വരുമാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ ഭരണത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത്. നിങ്ങൾ അറിയുന്നത് പോലെ വിവിധ തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, സുരക്ഷാ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള വീടില്ലാത്തവർക്ക് വീട് എന്ന ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്ന, വീട് പൊളിഞ്ഞു കിടക്കുന്നവർക്ക് വീട് മെയിൻ്റനൻസ് നടത്താൻ കഴിയുന്ന വയോജനങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യം പ്രീ പ്രൈമറി തലം മുതൽ നഴ്സറി അംഗനവാടി മുതൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണമാണെങ്കിലും പ്രഭാത ഭക്ഷണമാണെങ്കിലും ഉള്ള പദ്ധതികൾ ഏർപ്പെടുത്തുക, നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ റോഡിൻ്റെ ആണെങ്കിലും കുടിവെള്ളത്തിൻ്റെ ആണെങ്കിലും വൈദ്യുതിയുടെ ആണെങ്കിലും വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയാണ് ഇടതുപക്ഷം ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളിലൂടെ നടപ്പാക്കുന്നത്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് തൊഴിൽ തേടുന്നവർക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള 1000 രൂപയുടെ പദ്ധതി 6 ലക്ഷം പേർക്ക്. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ ഗവൺമെൻറ് നടപ്പാക്കിയ സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് പോകുന്നത്. കേരളത്തിലൊട്ടാകെ എടുത്താൽ ഇടതുപക്ഷവും UDFും തമ്മിലാണ് പൊതുവിൽ മത്സരം. എന്നാൽ തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹി പരാമർശിച്ചതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ അതിനൊരു വ്യത്യസ്തതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പരസ്പര മത്സരം മുഖ്യമായി വരുന്നത് LDFും BJPയും തമ്മിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഈ നഗരത്തിനുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടർ ഭരണമായി പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മഹാഭൂരിപക്ഷം കേന്ദ്രങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞു. ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇത് കാണിക്കുന്നത്. തുടർച്ചയായി 30-40 വർഷം ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ ഇടതുപക്ഷ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ വിശ്വാസ്യത ഇടതുപക്ഷത്തോടൊപ്പം ഉള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ആ വിശ്വാസ്യത ശക്തിപ്പെടുന്ന തരത്തിലുള്ള സമീപനങ്ങളും നടപടികളുമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിച്ചാൽ പദ്ധതി വിഹിതം നൽകുന്ന കാര്യത്തിൽ വീഴ്ചയില്ലാതെ വിവിധങ്ങളായ നിയമങ്ങളുടെ നിർമ്മാണം, അതിനെല്ലാം കണ്ടുകൊണ്ടാണ് ഏത് നയത്തിന് ഊന്നൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇത് നാടിൻ്റെ വികസനവും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമവുമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ മുനിസിപ്പൽ പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് ഭരണപ്രതിപക്ഷം അവിടെ ഇല്ല. ഒരു പക്ഷമേ ഉള്ളൂ, അത് ഭരണപക്ഷമാണ്. എന്നാൽ നിയമസഭയിലും പാർലമെൻറ്റിലും ഭരണവും പ്രതിപക്ഷവും അതിൻ്റെ ചുമതലകളും അതിൻ്റെ കടമകളും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടന നൽകുന്ന ആ അധികാരങ്ങളും ആ രീതികളുമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെയും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ജനക്ഷേമത്തിൽ ഊന്നി നിൽക്കുന്ന അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ്, രാഷ്ട്രീയമാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്ന ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആ നയം 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, 4 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കൈവശം ആക്കി കൊടുക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 62 ലക്ഷം ആളുകൾക്ക് 1600 2000 അത് മുടങ്ങാതെ കൊടുക്കണമെന്ന നിലപാട്.
അതുപോലെ വയോജന സംരക്ഷണം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള, പിന്നെ മറ്റൊന്ന് ഏറ്റവും നല്ല സദ്ഭരണത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള പുതിയ വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഓഫീസുകളുടെ മാറ്റം, അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ, മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ഉറപ്പാക്കി പട്ടിണി ഒഴിവാക്കാൻ കഴിഞ്ഞ ഒരു നാടായി കേരളത്തെ മാറ്റിയത്, അതിദാരിദ്ര്യമില്ലാത്ത നാടാക്കി കേരളത്തെ, ഇങ്ങനെ തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളിലാണല്ലോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇല്ലായ്മകൾ ഒന്നൊന്നായി ജനങ്ങളുടേത് മാറ്റിയെടുത്തുകൊണ്ട് ഒരു നവ കേരളം, ഒരു പുതിയ കേരളത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണത്തെയാണ് താഴെ അറ്റത്ത് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പുതു സംരംഭങ്ങളുണ്ട്, അത് ദുർബലമായോ ശക്തിപ്പെട്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ സപ്ലൈകോയുണ്ട്, കൺസ്യൂമർ ഫെഡുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് അവിടെ എത്തിയാൽ അവർക്ക് പരമാവധി ആശ്വാസം പകരുന്ന, വിലക്കയറ്റത്തിൻ്റെ ഭീതി ബാധിക്കാത്ത തരത്തിൽ ഉള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്ത് തുടങ്ങിയ ആ പദ്ധതികളെല്ലാം തുടരുകയാണ്. 2 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോ മുളക്, 20 കിലോ അരി, അതുപോലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ക്വാണ്ടിറ്റി 3-4 ഇരട്ടിയാക്കി സബ്സിഡി വിലയ്ക്ക് കൊടുക്കുകയാണ്. സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് അടക്കമുള്ള സ്ത്രീ ഉപഭോക്താക്കൾക്ക് 10% വില കുറച്ച് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. റേഷൻ ഷോപ്പിലൂടെ ഓണത്തിന് കൊടുത്തതുപോലെ ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാസം 10 കിലോ അരി, 5 കിലോ അരി അധികമായി നൽകുന്നു. അപ്പോൾ ഇതെല്ലാം, അതുപോലെ മറ്റുൽപ്പന്നങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം നമ്മൾ കാണണം. അവിടെയാണ് കേരളം ഈ നിലയിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന, വിലക്കയറ്റത്തിൻ്റെ ഭീതി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അല്ല കാഴ്ചക്കാരായി നിൽക്കുന്ന സമീപനമല്ല. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു മുന്നണിയോ എന്തെങ്കിലും ഒരു വഴിവിട്ട തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്കും അത് സ്വീകരിക്കാം, ഞങ്ങൾക്കും അത് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന രീതിയാണോ? ഞങ്ങൾക്ക് സ്വന്തം നിലയിലുള്ള വ്യക്തിത്വം, സ്വന്തം നിലയിലുള്ള നിലപാട്, സ്വന്തം നിലയിലുള്ള സമീപനം ഉയർത്തിപ്പിടിക്കേണ്ടതല്ലേ? അക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നിർബന്ധിതമായെന്നല്ലാതെ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം വിഷയങ്ങളോട് കോൺഗ്രസ് എടുത്ത നിലപാട് നമ്മൾ കണ്ടതല്ലേ. ഞാൻ ആ വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മികച്ച ഒരു വിജയം തന്നെ ഉറപ്പിക്കാം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.